അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിലല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, MSM എറണാകുളം സംഘടിപ്പിക്കുന്ന ഒരു മോറൽ ടോക്ക് അഥവാ ദീനീപരമായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ അല്പസമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും പരലോകത്തേക്ക് ഏറെ പുണ്യകരമായ മാറ്റത്തിനു വേണ്ടി ഉൾക്കൊള്ളാൻ ചെലവഴിക്കുന്നതും. ഇന്നത്തെ വിഷയം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന രണ്ടുപേർ, എന്നാൽ ഒരല്പം പാളിപ്പോയാൽ നമ്മുടെയൊക്കെ നരകത്തിന്റെ കാരണക്കാരായേക്കാവുന്ന രണ്ടുപേർ എന്നും ഇതിനൊരു മറുവശമുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട ഒരു കൂട്ടരെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തവരല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു മക്കളും. എല്ലാവർക്കും അറിയാം, ഉമ്മാനെയും ഉപ്പാനെയും നോക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. മക്കളായാലും മരുമക്കളായാലും മാതാപിതാക്കളുടെ കണ്ണ് നിറച്ചാൽ ദുനിയാവ് തന്നെ അതിന്റെ ശിക്ഷ ഇറങ്ങും. അള്ളാഹു ഈ ദുനിയാവിൽ ഏറ്റവും എളുപ്പത്തിൽ കണക്ക് നോക്കുന്നത് ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ദ്രോഹിച്ചാലാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന കാലം മുതൽക്കേ നമ്മൾ കേൾക്കുന്നതാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം, അവരോട് മാന്യമായി പെരുമാറണം, അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകളൊന്നും ഉച്ചരിക്കാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടവരാണെങ്കിലും ഇന്നും പുരോഗമനവാദികൾ, മുവഹിദീങ്ങൾ എന്നവകാശപ്പെടുന്ന നമ്മളിൽപ്പെട്ട പലരുടെയും കുടുംബത്തിലെ മാതാപിതാക്കൾ ഏറെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു ഭാഗത്ത് മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം നേടുന്ന മക്കൾ ഉണ്ടാകുമ്പോ മറുഭാഗത്ത് മറ്റാർക്കൊക്കെയോ വേണ്ടി രക്ഷിതാക്കളെ മറക്കുകയും വെറുക്കുകയും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമയും കടപ്പാടുകൾ മറന്ന് സ്വന്തം പണമുണ്ടാക്കാനും സ്വന്തം കുടുംബം കെട്ടിപ്പടുക്കാനും വേണ്ടി മത്സരിച്ചോടുമ്പോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു ചിന്ത, ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഇത്ര സന്തോഷത്തിൽ കാരണം ആ മാതാപിതാക്കളുടെ ആയുസ്സിന്റെ അവരുപയോഗിച്ചിരുന്ന ഏറ്റവും കൂടുതൽ കർമ്മം, അതല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച ഏറ്റവും വലിയ സമയം നമ്മൾക്ക് വേണ്ടിയാ. ഞാനത് വെറുതെ പറയാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പോ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു സമയം എപ്പോഴാ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിൽ ഒരുപാട് തല നരച്ച മുടി നരച്ചവരുണ്ട്, എന്നെക്കാളും പ്രായമുള്ള പലരും ഈ കൂട്ടത്തിലുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച സമയം എപ്പോഴാ? പെണ്ണെട്ടുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതം കുടുംബത്തിനാ. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റിവെക്കലാ പതിവ്. നമുക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും ചിന്തിക്കാതെ എവിടെങ്കിലും കിടന്നിട്ടാണെങ്കിലും അനുഭവിച്ചിട്ടാണെങ്കിലും
എന്റെ കുടുംബം നല്ല നിലക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചിട്ടാ നമ്മളൊക്കെ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്. അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും. ഇതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കൂട്ടരാണ് നമ്മളുടെ മാതാപിതാക്കൾ. നമ്മൾക്ക് മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് 100 നാവല്ലേ. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു, എനിക്ക് എന്റെ വാപ്പ വാങ്ങിത്തരാത്തത് ഞാൻ എന്റെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തു, എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ പരാതി പറയല് എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ല എന്നാ. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തു തരാവുന്നതിന്റെ മാക്സിമം അവര് ചെയ്തു തന്നത് കൊണ്ടാണ് നമ്മളായത്. നമുക്ക് ഈ ആരോഗ്യവും തണ്ടും തടിയും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും വഖളാ റബ്ബുക, നിന്റെ രക്ഷിതാവ് ഖളാ വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ 2 മാതാപിതാക്കളോടും ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടി. ഈ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി നമ്മൾ പെരുമാറേണ്ടത് നമ്മളെ കസ്റ്റമറോടല്ല. അതല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും തൊഴിൽ സ്ഥാപനങ്ങളിൽ മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന അഭിനയങ്ങളല്ല. നമ്മൾ ഏറ്റവും നല്ല ക്ഷമ. ഇതെന്തിനാ അല്ലാഹു തആല അങ്ങനെ പ്രയോഗിച്ചത് എന്നറിയോ? ഇപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് കയറി വരുന്ന ആൾക്കാരോട് നമ്മൾ ഭയങ്കര നന്മയിലാ പെരുമാറ്. കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും അയാൾ ഇങ്ങനെ ആ ഡ്രസ്സ് എടുക്കൂ, അതല്ലെങ്കിൽ ഈ ഒരു ഇത് എടുത്തിടൂ, വാങ്ങിയ സാധനം പിറ്റേന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതെനിക്ക് ആവശ്യമല്ല, ഹോട്ടലിലാണെങ്കിൽ ഇത് പോരല്ലോ, ഇതൊരു വൃത്തിയില്ലല്ലോ, ഇത് രസമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും അല്ല സാർ ഇത് നിങ്ങൾ എടുത്തോളൂ സാർ, ഇത് നല്ലതാണ് സാർ, ഇത് ഫ്രഷ് ആണ് സാർ എന്ന് പറയുമ്പം വളരെ വിധേയത്താണ് നമ്മൾ കാണിക്കാറുള്ളത്. പക്ഷേ സ്വന്തം മാതാപിതാക്കളോട് പ്രകടിപ്പിക്കുമ്പോ, അതല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ അത് പ്രകടിപ്പിക്കേണ്ട മാതാപിതാക്കൾ അവരുടെ ചുറ്റുഭാഗങ്ങളിൽ എത്തുമ്പോ നമുക്ക് തോന്നുകയാണ് അങ്ങനെ വേണ്ട, ഷൗട്ട് ചെയ്യുന്ന വർത്താനം, ക്ഷമല്ലായ്മ. അള്ളാഹു പറയുന്നു ഇഹ്സാൻ, ഏറ്റവും നല്ല നന്മ നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ വാലിദൈ മാതാപിതാക്കളോടായിരിക്കണം. ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന മക്കളുണ്ട് കേട്ടോ. ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മളെ വാട്സപ്പിലേക്കൊക്കെ വല്ലാത്തൊരു മെസ്സേജ് വന്നിരുന്നു. എന്താണ് ആ മെസ്സേജ് എന്നറിയാവോ? സൗദി അറേബ്യയിലുള്ള ഒരു മകൻ ജ്യേഷ്ഠൻ അനിയനെതിരെ കേസ് കൊടുക്കുകയാണ്. അനിയൻ ജ്യേഷ്ഠനെതിരെ കേസ് കൊടുക്കുകയാണ്. അവന്റെ ഉപ്പയെ വിട്ടുകിട്ടണം, എനിക്കും നോക്കണം, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കാൻ വിട്ടുകിട്ടണം. മൂത്ത ജ്യേഷ്ഠൻ ഉപ്പാനെ വിടുന്നില്ല, മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിലാണ് ഉപ്പ. അവസാനം കോടതി വിധിച്ചു അനിയന് വിട്ടുകൊടുക്കണം എന്ന്. ആ വിട്ടുകൊടുക്കണം എന്ന് കോടതി വിധിച്ചപ്പോ കോടതിയിൽ നിന്ന് തന്റെ പിതാവിനെ കൂട്ടിയിറങ്ങുന്ന അനിയനോട് ജ്യേഷ്ഠൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സ്വർഗാട്ടോ ഈ കൊണ്ടുപോണെന്ന്. ആ ഒരു കഥയും വിധിയും കേരളത്തിൽ നമ്മൾ ആഘോഷിച്ചു. എത്ര ആളുകൾ എത്ര ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്തു. പക്ഷേ ആ കുടുംബങ്ങളിൽ ഷെയർ ചെയ്ത വ്യക്തി പോലും സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കളെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാ സ്നേഹവും വാട്സപ്പ് ഫേസ്ബുക്ക് സ്നേഹ. ലോക പിതൃദിനം വന്നു, മക്കളൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. ലോക മാതൃദിനം വന്നു, എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടു. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ കുത്തിരിക്കുന്ന ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് അരമണിക്കൂർ ഇരുന്ന് അവരുടെ കൈ പിടിച്ച് നല്ലൊരു സംസാരിക്കാൻ അറിഞ്ഞൂടാത്തവൻ സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുന്ന കപട അഭിനയത്തിന്റെ പേരാ ഇപ്പൊ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ അനിയന്മാരോട്, ഓരോ സഹോദരങ്ങളോടും, ഈ ലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം നേടുന്ന 100 കണക്കിന് ആളുകൾ സ്വന്തം മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം നേടുന്നുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു പ്രസംഗത്തിൽ, ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചൊരു ചോദ്യം, ലോക്ക്ഡൌണിന്റെ ചെറിയൊരു ഇളവ് കിട്ടിയ ആ സമയത്ത് ഒരു MSMന്റെ പരിപാടിയിൽ പങ്കെടുത്തിറങ്ങുമ്പോ ഇതേ കോഴിക്കോട് ജില്ലന്റെ ഒരു ഭാഗത്തുള്ള മഹലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, ഉസ്താദ് എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? എന്റെ ഉമ്മാന്റെ ഔറത്ത് എനിക്ക് കാണാൻ പറ്റുമോ? ഉമ്മന്റെ നഗ്നത എനിക്ക് കാണാൻ പറ്റുമോ? ചോദ്യം കേട്ടപ്പോ ഞാൻ വല്ലാതെ
പ്രയാസപ്പെട്ടുപോയി. ചിന്ത പല വഴിക്കും പോവും. ഞാൻ ചോദിച്ചു, എന്താ ഈ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉപ്പ ഉമ്മനെ ഉപേക്ഷിച്ചതാ. കാരണം ചെറുപ്പത്തിൽ തന്നെ എന്റെ മൂത്ത ജ്യേഷ്ഠൻ ജനിച്ചു. ജ്യേഷ്ഠൻ വികലാംഗന, കയ്യും കാലും ഇല്ല, ഉടല് മാത്രമുള്ള ഒരു കാക്കയാണ് എനിക്കുള്ളത്. അതിനുശേഷം ഒരു പെങ്ങള് ജനിച്ചു, ഒക്കെ ഒരു കുഴപ്പമില്ല. പിന്നെയാണ് ഞാനുണ്ടായത്. പക്ഷേ 6ാമത്തെ വയസ്സിൽ എന്റെ പെങ്ങള് മരിച്ചുപോയി. ആ പെങ്ങള് മരിച്ചപ്പോ ഉമ്മാക്ക് പെട്ടെന്ന് മെന്റലി ഡിസോർഡർ ആയി. ഉമ്മ വല്ലാതെ പ്രയാസായി. ആ സമയത്ത് ഉപ്പ ഞങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു. 12ാമത്തെ വയസ്സിൽ ഹോട്ടലിൽ പണിക്ക് നിന്നിട്ട് ആ കുടുംബം പോറ്റുന്നത് ഈ ചെറുപ്പക്കാരനാ, കുട്ടിയാ. എനിക്ക് അഭിമാനവും അത്ഭുതവും തോന്നിയിട്ടുണ്ട്. ഇപ്പം 30 വയസ്സെത്തി ഓനോട് പറഞ്ഞു, 22ാമത്തെ വയസ്സിൽ ഞാൻ പെണ്ണെട്ടി ഉസ്താദെ. എന്തിനാന്നറിയോ? എന്റെ ഉമ്മക്ക് മെന്റല് മൂർച്ഛിച്ചു. എന്റെ ഉമ്മാക്ക് മെന്റലിന്റെ ഏറ്റവും വലിയൊരു അവസ്ഥ, ഉമ്മ ഡ്രസ് ഇടൂല. എന്ത് വസ്ത്രം ഉമ്മാന്റെ ശരീരത്തിലുണ്ടെങ്കിലും ഉമ്മ അത് പറിച്ചെറിയും. പിന്നെ ഉമ്മ ബാത്റൂം ഉണ്ടെങ്കിലും കട്ടിൽമേലെ വിസർജിക്കൂ. എന്നിട്ട് ഉമ്മ അത് കൈകൊണ്ട് ഇങ്ങനെ കട്ടിലിന്റെ മൂലയിലേക്ക് ഇങ്ങനെ കൂട്ടിവെക്കും. ചിലപ്പോ അതെടുത്ത് എറിയും. ഞാനല്ലാത്ത ആര് ചെന്നാലും ചിലപ്പോ അതെടുത്ത് എറിയും. അതുകൊണ്ട് തന്നെ 22ാമത്തെ വയസ്സിൽ എന്റെ ഉമ്മാന്റെ ഔറത്ത് കണ്ട് മനമടുത്ത് വേദനിച്ചിട്ട് ഞാൻ പെണ്ണെട്ടി. പക്ഷെ എന്റെ ഭാര്യനെ ഉമ്മ അടുപ്പിക്കുന്നില്ല. ഇന്ന് വരെ എന്റെ ഉമ്മാനെ ഞാനാ കുളിപ്പിക്കല്. ഒരു നൂലിന്റെ ഉമ്മ ശരീരത്തിൽ ഇടാറില്ല. വിസർജിച്ചതൊക്കെ ഉമ്മ കട്ടിൽമേലേക്ക് നീക്കി വെക്കും. ഉമ്മാനെ കുളിപ്പിച്ച് ഒരു കുപ്പായോ എന്തെങ്കിലും ഇട്ട് ഞാൻ പുറത്തിറങ്ങി തിരിച്ചെത്തുമ്പോഴേക്കും വീണ്ടും ഉമ്മ കുപ്പായൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. ആ ഉമ്മാന്റെ ഔറത്ത് കാണുന്നതിന് എനിക്ക് കുറ്റമുണ്ടോ? ദിവസം 3 തവണ ഞാൻ എൻ്റെ ഉമ്മാനെ കുളിപ്പിക്കലുണ്ട്. രാത്രി ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. കാരണം ഉമ്മ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ ഉമ്മ ജനലിന്റെ മേലൊക്കെ കയറി നിൽക്കും. പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അഭിനയല്ല, ഇതൊന്നും കള്ളത്തരല്ല. ഇത് പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാര്യനെയും എൻ്റെ ഭാര്യന്റെ ഉമ്മനെയും പറഞ്ഞയച്ചിരുന്നു. ഓം പറഞ്ഞതിനേക്കാളിലും 100 ഇരട്ടി അധികമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് അവര് വന്ന് പറഞ്ഞ്. എന്നിട്ട് ഓൻ ചോദിച്ച ചോദ്യം എന്താ അറിയോ? എനിക്ക് ഇതൊരു വിഷമവും ഇല്ല ഉസ്താദെ. എനിക്ക് ആകെയുള്ള ഒരു വിഷമം, ചിലപ്പോ ഞാൻ ഓട്ടോറിക്ഷയിലാണ്, ഓട്ടോ തൊഴിലാളിയാ. ഓട്ടോറിക്ഷ ഓടിച്ച് എവിടെങ്കിലും എത്തുമ്പോഴേക്ക് എന്റെ ഭാര്യ വിളിക്കുക, ഉമ്മ ഇങ്ങനെ വിസർജിച്ച് അതിങ്ങനെ എറിഞ്ഞു കളിക്കുകയാണ്, നിങ്ങൾ വരാൻ പറ്റുമോ? ചിലപ്പോ ഞാൻ ഓർഡർ പോയിട്ട് ദൂരത്ത് എവിടെങ്കിലും ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂല. അത്രയും സമയം ആ ദുർഗന്ധമായിട്ട് വാതിലടച്ചിട്ട് ഉമ്മ കിടക്കേണ്ട അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് പണിക്ക് പോകാനും തോന്നുന്നില്ല എന്ന് പറയുമ്പോ എന്റെ ബേജാർ എന്താണെന്നറിയോ? ഉമ്മ മലത്ത് കിടന്നു ഉരുളുമ്പോ അത് അധിക സമയത്തേക്ക് ഉമ്മ ആ മലത്തിലായി പോകുമെന്നുള്ള ബേജാറാണ്. അങ്ങനെ ഉമ്മാനെ നോക്കുന്ന, വാപ്പാനെ നോക്കുന്ന മക്കളുണ്ട്. സ്വന്തം വാപ്പ മരിക്കാൻ ഒരുങ്ങുമ്പോ മകന്റെ കൈ പിടിച്ചിട്ട് മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മോനെ, എന്നെ മോനായി കിട്ടിയതിന് പടച്ചവനോട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട്. പടച്ച റബ്ബ് സ്വർഗത്തിൽ ഒരു കുടുംബം തരികയാണെ ഞാൻ ഒന്നേ ചോദിക്കൂ, എന്നെ എനിക്ക് മോനായിട്ട് വേണമെന്ന്. നേർക്ക് നേരെ ആ മനുഷ്യന്റെ കൈ പിടിച്ച്, അവസാനം മകന്റെ കൈ പിടിച്ച് മുറുകെ പിടിച്ച് മരിച്ചു പോകുന്ന ആ വാപ്പാന്റെ കൈ മകന്റെ കൈമെന്ന് വിടുവിക്കാൻ വേറെ 2 ആൾക്കാർ ശക്തി പ്രയോഗിക്കേണ്ടി വന്നു. നേർക്ക് നേരെ കണ്ടിട്ടുണ്ട് ഞാൻ ആ കാഴ്ച. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ, നിങ്ങളുടെ മാതാപിതാക്കൾ ഞാനിപ്പോ എനിക്കൊരു ചെറിയ മകളുണ്ട്. 1.5 വയസ്സുള്ള ആ കുട്ടിയോട് ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കൂല. മോളെ അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോവും. മോളെ ഇവിടെ തുപ്പരുതേ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ തന്നെ തുപ്പിയിടും. അത് കാണുമ്പോ ഞാൻ ചിരിക്കുക ചെയ്യുക. എന്നിട്ട് ഞാൻ കുറുമ്പ് കാണിക്കുന്നവളോട് ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ആ ദേഷ്യം പ്രകടിപ്പിക്കും. ഞാൻ അവിടെ സന്തോഷത്തോടു കൂടി കുറ്റപ്പെടുത്തും. അതേ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തുന്ന ഒരു കാലാണ് വാർദ്ധക്യം. ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ നടന്നതുപോലെ ചെയ്യുന്നത് എന്താണെന്ന് ബോധ്യമില്ലാത്തൊരു കാലം. ആരോഗ്യവും ആഫിയത്തും ആയുസ്സും ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോ, ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളരുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടാത്ത ആ കാലത്ത് ഒരു സംരക്ഷണവും സന്തോഷവും മക്കളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മക്കളെ രക്ഷിതാക്കളെ സ്നേഹിക്കുന്നത്. അതിനാ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത്.
ഏതൊരു വാപ്പയും പഠിപ്പിക്കുന്നത് മക്കള് പഠിച്ച് ഡിഗ്രി നേടി ഓന്റെ കാര്യവും നോക്കി പോകണമെന്ന് ചിന്തിച്ചിട്ടല്ല. നാളെ ഞാൻ വയസ്സായിട്ട് ഓന്റെ പരം ജീവിക്കുമ്പോ ഞാനൊരു ബാധ്യതയാവരുത്, നല്ലൊരു ജോലിയും പണിയും ഉണ്ടെങ്കിൽ ഓന്റെ സമ്പാദ്യം കൊണ്ട് എന്നെയും കൂടി നോക്കാൻ കഴിവ് കിട്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ രക്ഷിതാക്കളുടെ ചോര അത്രയും ഊറ്റിക്കുടിച്ചു വലുതാകുന്ന ചില മക്കൾക്ക് ഇന്ന് മാതാപിതാക്കൾ വേണ്ട. ഇന്ന് പലരും രക്ഷിതാക്കളെ ഒറ്റപ്പെടുത്തുക, കാരണങ്ങളും മാമൂലുകൾക്കും രക്ഷിതാക്കളെ അടിച്ചേൽപ്പിക്കുക. ഇപ്പോഴും സ്വന്തം ഉമ്മാൻ ഒരാഴ്ചയായിട്ട് കാണാത്ത മക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. വലിയ മക്കള്. നമ്മൾക്ക് അതിന് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ തിരക്കിലാണ്, എനിക്ക് ബിസിനസിന്റെ തിരക്കാണ്, എനിക്ക് അങ്ങനത്തെ പോയി നോക്കാനുള്ള സമയം കിട്ടലില്ല. പക്ഷേ എനിക്ക് ഉമ്മാനോട് ദേഷ്യമോ കുറവോ ഒരു കുറവും ആക്കാൻ വരുത്തലില്ല. അതെന്താ? മാസത്തിൽ ഒരിക്കൽ പോകുമ്പോ 1000 റുപ്യോ 500 റുപ്യോ കൈമ കൊടുക്കും. ഒരു ഉമ്മക്കും വാപ്പയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മക്കളെ പൈസയല്ല, അവരുടെ വന്നു നോക്കുന്ന ഒരു നോട്ട. 4 ദിവസം ഇരിക്കുമ്പം ആ അമ്മ എണ്ണി തുടങ്ങും, എന്റെ മോൻ വന്നില്ലല്ലോ എന്ന്. ആ ഒരു മനസ്സിന്റെ ബേജാറ് നമ്മളെ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, അതിന്റെ 1000 മടങ്ങ് വേദന നിങ്ങളെ അനുഭവിപ്പിച്ചിട്ടേ പടച്ചോൻ തിരിച്ചു വിളിക്കൂ. അത് മക്കളായാലും മരുക്കളായാലും, അത് പുതിയാപ്പിളാരായാലും. ഇന്ന് ചില പുതിയാപ്പിളാരുണ്ട് പെണ്ണിന്റെ വാപ്പനെയും ഇമ്മനെയും നോക്കൂല. ആ സാധുക്കളായ ആളുകൾക്ക് ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് 4 ദിവസം നിൽക്കട്ടെ, എന്റെ ഉമ്മക്കും ഉപ്പക്കും ആരുമില്ല, ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഉപ്പ മാത്രമേ ഉള്ളൂ, ഇക്കാക്ക ഗൾഫിലാണ്, ഇക്കാക്കന്റെ ഓള് വരൂല, അതുകൊണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചില പിയാപ്പിളാര് തടയും. അവര് പറയും ഈ പോയാൽ എങ്ങനെയാ, ഇവിടുത്തെ കാര്യം എങ്ങനെയാ, അങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഭർത്താവ് അഥവാ ഭാര്യയുടെ മാതാപിതാക്കളെ ഒരു അന്യരായിട്ട് കാണുന്നവരുണ്ട്. ഇവരൊക്കെ അള്ളാഹു പറയുന്ന ഒരു മാർഗമുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാ. അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളുടെ കോപമാ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഇങ്ങൾക്കൊക്കെ ധൈര്യം എന്താണെന്നറിയോ? ഞാൻ സത്യം പറയട്ടെ, എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്കൊരു വിഷമം വന്നാല് എന്റെ വീട്ടിലൊരു പണി ഉണ്ടെങ്കിൽ, ഞാൻ ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തറവാടിന്റെ അടുത്ത് തന്നെയാ. പക്ഷെ ഇപ്പോഴും എന്റെ വീട്ടിലൊരു പണി ഉണ്ടാകുമ്പോ ഞാൻ മനസ്സിലാലോചിക്കും, എന്നിട്ട് വാപ്പനെ വിളിക്കും, വാപ്പ ഞാൻ മുറ്റൊന്ന് കെട്ടിക്കുന്നുണ്ട്. വാപ്പ വരും, വാപ്പ നിൽക്കും, നോക്കും. ഞാൻ എന്റെ പ്രസംഗമോ എന്റെ സ്കൂളോ എന്റെ കാര്യമായിട്ട് പോവും. ഞാൻ എന്റെ ദീനിയായിട്ട് ISMന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റെന്തെങ്കിലും പണി നടന്നു പോകുമ്പോൾ എനിക്കൊരു വിശ്വാസം എന്താണെന്നറിയോ? എന്റെ വാപ്പണ്ട്, കെട്ടുന്നവരോട് കഥയും പറഞ്ഞ് ഓൽക്ക് ചായയും കൊണ്ട കൊടുത്ത് ഓലടുത്തിരുന്ന് അവരെങ്ങനെ നോക്കി. ഇങ്ങളെ ഇപ്പോഴും അഡ്രസ് എന്താണെന്നറിയോ? നമ്മളെ വാപ്പയമ്മയും ജീവിച്ചിരിക്കുന്നതാ. ഇപ്പോഴും ഞാൻ വലിയൊരു വാപ്പയായിട്ടുണ്ട്, എനിക്ക് 4 മക്കളുണ്ട്. എന്നിട്ടും ഞാനൊരു വാപ്പയായിട്ട് എനിക്ക് തോന്നാത്ത എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ വാപ്പ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ. അവര് മരിക്കുമ്പോ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി, ആ സമയത്താ നമ്മൾ ഒറ്റപ്പെടുക, ആ സമയത്താ നമ്മളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുക. അതുവരെ ഞാനും നിങ്ങളും മക്കളായിട്ട് തന്നെയാ ഈ ദുനിയാവില്. ഞാൻ മകനാ. ഞാൻ ചിലപ്പോ എനിക്ക് 3-4 മക്കളുണ്ടെങ്കിലും ഞാനൊരു മകനാ. അതുകൊണ്ടാ എനിക്ക് ധൈര്യം. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധിന്റെ മുൻപിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ഞാൻ മകനാണെന്ന് തോന്നതില്ല. പക്ഷേ ഇപ്പൊ നമ്മുടെ കുടുംബം പോലും ഒത്തു നിൽക്കുന്നത് എന്തുകൊണ്ടാ? അമ്മയും പാപ്പയും ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. ഇപ്പൊ തറവാട്ടിലേക്ക് ഞാൻ ചെല്ലും, എന്റെ പെങ്ങള് വരും, എന്റെ അനിയന്മാര് വരും. എന്തുകൊണ്ടാന്നറിയോ? എന്റെ അമ്മയും ഇപ്പയും ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ. അവര് മരിക്കുമ്പോ പിന്നെ മക്കൾ ഒറ്റക്കാവും. ജ്യേഷ്ഠൻ അനിയനെ നോക്കാൻ സമയം ഉണ്ടാവൂല, അനിയന് പെങ്ങന്മാരെ പോയി നോക്കാൻ നേരം കിട്ടൂല. കാരണം അവരെ ഒറ്റക്കൊറ്റക്കായി. അവരെ കൂട്ടിയിണക്കിയ ഒരു ബന്ധം മാതാപിതാക്കളായിരുന്നു. ആ മാതാപിതാക്കള് ഇല്ലാതാകുന്നതോടു കൂടിയാണ് നമ്മള് ഒന്നും അല്ലായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോഴാ നമുക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലും നിസ്സഹായതയും ഒരു ബേജാറും ചിന്തിക്കാം. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, പടച്ചോനെ എന്റെ വാപ്പല്ലാണ്ടായാൽ, എന്റെ ഉമ്മ അല്ലാണ്ടായാൽ പിന്നെ എനിക്ക് പിന്നെ പിടിച്ചിക്കാൻ പറ്റൂലേ എന്ന് തോന്നിപ്പോകും. കാരണം ഞാനിപ്പം ഇപ്പോഴും ഞാൻ മകനാ. എനിക്കൊരു വേദന വന്നാൽ ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോയിട്ട് പറയും, ഉമ്മ എനിക്ക് എന്തോ വേറൊരു വേദന. ഉമ്മ അറിയോ, സാരല്ലടോ, അത് സാരല്ല, അതൊരു ഗ്യാസിന്റെ തയ്ക്കും. അപ്പൊ എനിക്ക് സമാധാനാ, എനിക്കെന്തോ ഒരു സ്വസ്ഥതയാ. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുക, അങ്ങനെ പറയാൻ ഒരാളില്ലെങ്കിൽ ഞാൻ എന്റെ ബേജാറ് ആരോട് പറയും? എനിക്ക് എന്റെ മക്കളോട് പറയാൻ പറ്റുമോ? മോനെ എനിക്ക് ഉപ്പാക്ക് വേദന ഉണ്ട് ഇത് പറയൂല. പറയാ ഒരു രക്ഷിതാക്കളും അത് പറയൂല.
കാരണം ഓൽക്കറിയാം മക്കളോട് പറഞ്ഞാൽ സമാധാനം കിട്ടൂല. മക്കളോട് പറഞ്ഞാൽ പിന്നെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പേടിയാ, മക്കൾക്ക് ചികിത്സിക്കേണ്ടി വരുമോ, ഇന്റെ പൈസ എനിക്ക് വേണ്ടിയിട്ട് കുറെ ചെലവാക്കേണ്ടി വരുമോ, നമ്മൾ എത്ര സമ്പാദിച്ചു കൊടുത്താലും ഞമ്മക്ക് വേണ്ടി മക്കൾ ചെലവാക്കുമെന്ന് ചിന്തിക്കുമ്പോഴേക്കും ഉമ്മാക്കും വാപ്പാക്കും ബേജാറാവും. ഒരു ചിന്തിക്കും പഠിച്ചാൽ എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ട് എന്റെ കുട്ടിക്ക് എന്നോട് ഒരു വെറുപ്പ് വന്നു പോവോ. എത്ര വാപ്പാരും ഉമ്മാരും എന്നറിയാവോ സുക്കേട് ഉണ്ടായിട്ട് മറച്ചു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ഉപ്പ മരിച്ചപ്പോ കാണാൻ വന്ന ആൾക്കാർ പറഞ്ഞു മൂപ്പർക്ക് ആ ടെസ്റ്റിൽ ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തേ ചികിത്സിക്കാത്തത്. മകൻ കരഞ്ഞോണ്ട് പറഞ്ഞു ഉപ്പന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഗൾഫിലായിരുന്നു, ഉപ്പന്നോട് ഒരു വിവരം പറയിച്ചിട്ടില്ല. അപ്പൊ ആ ഉമ്മാനോട് ചോദിച്ചു അതെന്താ നിങ്ങൾ മക്കളോടൊന്നും പറയാത്ത. ആ ഉമ്മ കരഞ്ഞോണ്ട് പറയാ ഓനോ ഗൾഫില് ബേജാറില്ല, ഇനി ഓനെ ഈ വിഷമം കൂടി അറിയിച്ചിട്ട് വയസ്സാം കാലത്ത് വാപ്പാനെ കൊണ്ട് 10-50 ലക്ഷം ഉറുപ്പ്യ അല്ലെ 10 ലക്ഷം ഉറുപ്പ്യ എന്തിനാ എന്റെ വാപ്പ എനിക്ക് നഷ്ടം വരുത്തിയെന്ന് ഓൻ വിചാരിച്ചു പോവോന്ന് കരുതിയിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിഷമം പറയാൻ പോലും പടച്ചോനല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മൾ അറിയാത്ത അമൂല്യ നിധികളാണ് നിങ്ങളെ ഈ അഡ്രസ്സാ. ഞാൻ ആരാന്ന് ചോദിക്കുമ്പം എന്നുവെച്ചാ കക്കോയിക്കണ്ടി അബ്ദുറഹിമാന്റെ മകനാന്ന് പറയുമ്പോ ആൾക്കാർക്ക് അറിയും. പാപ്പയും മരിച്ചു കഴിഞ്ഞാൽ ഇനി ആരാന്ന് വെച്ചാൽ ഞാൻ അൻസാറ്, ഞാൻ ചിത്തന്നൂർ അൻസാറ്, ഞാൻ കക്കോയിക്കണ്ടി അൻസാറ്, എനിക്ക് 4 മക്കളുണ്ട്. ഓൽക്ക് പറയാൻ ഞാനെന്ന അഡ്രസ് ഉണ്ട്. എന്റെ വാപ്പയും മരിച്ചാൽ പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ള ഇഞ്ച മരണ. അപ്പം അവരുടെ മരണശേഷം അവരെ ഓർക്കുമ്പോ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ലേ, പിന്നെ ഞാൻ എന്ത് കോടിക്കണക്കിന് ഉറുപ്പ്യ സമ്പാദിച്ചിട്ടെന്താ. ഇപ്പോഴും സ്വന്തം മക്കളെ, നമ്മളെ മക്കളെ വല്യമ്മനെ വല്യാപ്പനെ, അതായത് നമ്മളെ മാതാപിതാക്കളെ കാണിക്കാത്ത ചില മക്കളുണ്ട്. ഭാര്യമാര് കയറി വരുന്നതോടുകൂടി പിന്നെ ഭാര്യ വലുതായി, ഭാര്യന്റെ മന്ത്രണങ്ങൾ കേട്ടിട്ട് പിന്നെ ഒറ്റക്ക് വീടായി, ഭാര്യനെയും മക്കളെയും കൂട്ടിയിട്ട് ഗൾഫിക്ക് പോയി. ഉമ്മയൊന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും പിന്നെ നാട്ടിൽ വന്നാൽ പോലും അല്ലെ, ഒരു ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, 2 കൊല്ലത്തിന് ശേഷം ഓനും ഓന്റെ ഭാര്യയും നാട്ടിൽ വന്നു, ഓളെ വീട്ടിക്കാ വന്നത്. ആ മക്കൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ആക്കിയിട്ടില്ല, ഒരു ദിവസം എൻ്റെ അടുത്ത് കൊണ്ടുവച്ച് തന്നില്ല. 1.5 മാസം നാട്ടിൽ നിന്ന് ഓല് ഗൾഫിക്ക് തന്നെ പോയി. മോനെ ഇടക്കൊന്നും നമ്മളെ മക്കൾക്ക് ഉമ്മാക്കേ ബാപ്പാക്കേ മക്കളെ പോലെ തന്നെ പ്രിയപ്പെട്ടതാ മക്കളെ മക്കളും പേരക്കുട്ടികളെയൊക്കെ കാണുമ്പോഴാ ഓല് ഒരുപാട് മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 8 മണിക്ക് എന്റെ മോളെ ക്ലാസ് ഉണ്ട്, ഒക്കെ ഫോണ് കൊടുക്കണം. നമ്മളെ ജീവിതത്തിൽ ഒരു ഹദീസിന്റെ ലൈഫും സഹീഹും ഒക്കെ ആളുകൾ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഹുമാ ജന്നത്തുക്ക വനാറുക്ക, അവരാണ് നമ്മളെ സ്വർഗം, അവരാണ് നമ്മളെ നരകം. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന സ്നേഹല്ലട്ടോ, അത് അഭിനയ. വാപ്പാൻ ആയുസ്സുള്ളപ്പം നോക്കാപ്പം മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കും എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ 10 കരി കൊടുക്കട്ടെ. അതിലെന്താ അർത്ഥമുള്ളത്? എന്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ പള്ളിക്ക് ഒരു 1000 ഉറുപ്പ്യ നേർച്ച ചെയ്തിട്ടുണ്ട്, പള്ളിക്ക് എന്റെ വാപ്പന്റെ പേരിൽ ഔദ് കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലെന്താ അർത്ഥമുള്ളത്? ജീവിച്ചിരിക്കുമ്പം 1 കോടി ഉറുപ്പ്യന്റെ ഗുണം ചെയ്യും ഒന്ന് അടുത്ത് ചെന്നിട്ട് 1 മിനിറ്റ് ഇരുന്നിട്ടുള്ള ഒരു വർത്തമാനത്തിന്, ഒരു പുഞ്ചിരിക്ക്. അവരിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ സ്വന്തം മക്കളോടും ഭാര്യനോടും അതുങ്ങൾ മനസ്സ് കൊണ്ടിരുന്ന് നിന്റെ ഉമ്മാനോട് ഉപ്പാനോട് ഇത് കാണിക്കരുത് കേട്ടോ, നല്ല നിലക്കോലോട് പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിനേക്കാളും വലുതല്ല പാപ്പന്റെയും ഉമ്മന്റെയും പേരിൽ 1 കോടി ഉറുപ്പ്യ ചെലവാക്കല്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം നമ്മക്ക് എന്താ ഉള്ളത്. ഞാനും നിങ്ങളും ഒക്കെ ഈ കാണുന്ന തണ്ടും തടിയും അതൊരു കാലത്ത് നമ്മളെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടതിന് അത് ഞാൻ ഇപ്പൊ ഈ സമയത്ത് എനിക്ക് ഉറപ്പുണ്ടാകും. കാരണം എന്താണെന്നറിയോ, ഈ ലോക്ക്ഡൌൺ വന്നപ്പോ പോലും ഞാൻ ബേജാറായിപ്പോയത് പഠിച്ചോണെച്ച മക്കൾക്ക് ഞാൻ എന്ത് തിന്നാൻ കൊടുക്കുന്ന, ഞാൻ എന്താ ഉൽക്ക് തിന്നാൻ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ എന്നും അങ്ങാടിക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ എന്റെ കൈമൽ ഒരു പ്രതീക്ഷ ഉണ്ട്, ഞാനൊരു കുപ്പി വെള്ളം വാങ്ങി കുടിച്ചിട്ടില്ലെങ്കിലും എന്റെ മക്കൾക്കുള്ള ഫ്രൂട്ട്സോ ഭക്ഷണ സാധനങ്ങളോ എന്റെ കൈമൽ ഉണ്ടായാലുണ്ട്. ആ പ്രതീക്ഷയിലും ആ ഒരു രീതിയിലും തന്നെ അന്നയങ്ങളെയൊക്കെ നമ്മളെ മാതാപിതാക്കൾ നോക്കി. നമ്മൾ പറയാറില്ലേ ഇതിറ്റിങ്ങൾ ഇന്നെ തോക്കാണ്ട്. ഞാനിപ്പോ എന്റെ ഭാര്യനോട് പറയലുണ്ട്, പഠിച്ചോനെ എന്റെ മക്കള്, എന്റെ മോള് വലുതാവുമ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ എന്റെ മോക്ക് നല്ലൊരു പിയാപ്പനെ കിട്ടണം, ഓളെ കണ്ണീര് കുടിപ്പിക്കാത്ത ഒരു വീട്ടിക്ക് പറഞ്ഞേക്കാൻ പറ്റണം, എന്റെ മോനൊരു അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കിട്ടണം, ഓനൊരാളെ മുൻപിൽ കൈനീട്ടി ജീവിക്കേണ്ട ഗതികേട് വരരുത്. എന്നിട്ട് ഞാനിങ്ങനെ ഭാര്യനോട് പറയും ഇവരൊക്കെ നമ്മളെ നോക്കുകയായിരിക്കില്ലേ, ഓല് നമ്മളെ നോക്കൂലെന്ന് ചിന്തിക്കുമ്പം നമുക്ക് ഒടുങ്ങുന്നില്ല മനസ്സിൽ. ഇങ്ങനെയൊക്കെ എന്നാലോ
എന്നെ നോക്കാത്തത് കൊണ്ട് എന്നെ ഞാൻ ചെറുപ്പത്തിൽ നോക്കൂലടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇപ്പോഴും ഓനെ നോക്കുമ്പോ എന്റെ മക്കളെ നോക്കുമ്പോ എനിക്കൊരു പ്രതീക്ഷയാ. ഞാനൊന്ന് കിടന്നു പോയാൽ അവരെന്നെ നോക്കിയായിരിക്കും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ നമ്മളെ വലുതാക്കി കൊണ്ടുവന്നപ്പോ ഇപ്പൊ നമ്മൾ ആരൊക്കെയോ ആയപ്പോ അവരെ നമുക്ക് കണ്ണു പിടിക്കുന്നില്ലെങ്കിലേ തീർച്ചയായും അള്ള പറഞ്ഞിട്ടുണ്ട്, ലാ യുക്കല്ലിമുള്ള, അള്ളാഹു ഒരിക്കലും സംസാരിക്കാത്ത ഒരു കൂട്ടരുണ്ട് പരലോകത്ത്. അവരാരാ? കൂക്കൽ ഉമ്മഹാത്ത്, ഉമ്മനെയും ഉപ്പാനെയും സങ്കടപ്പെടുത്തിയവർ. അവരോട് പടച്ചോൻ ഒരു സംസാരവും ഇല്ല. ദീനീയായ ആൾക്കാരോടുകൂടിയാ ഞാൻ പറയുന്നത്. നാട്ടില് ഭയങ്കര ദീനീ പ്രവർത്തന, ഇസ്ലാഹി പ്രവർത്തകനാ, ISM പ്രവർത്തകനാ, കേനന്മാരനാ, പക്ഷെ സ്വന്തം വീട്ടിൽ MSMമാരനാ. പക്ഷെ സ്വന്തം വീട്ടിൽ ഉമ്മാനോടും ഉപ്പാനോടും മര്യാദക്ക് പെരുമാറുന്നില്ലെങ്കിലേ ആരെ കാണിക്കാനാ മനുഷ്യരെ ഈ ദീനിന്റെ കൊട്ടയായിട്ട് നടക്കുന്നത്? സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും നല്ല നിലക്ക് നോക്കാൻ പറ്റുന്നില്ല, പിന്നെന്ത് ദീനീ പ്രവർത്തനം, പിന്നെന്ത് ഇസ്ലാഹി പ്രവർത്തനം? ചിലരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. ഇളയോന്റെ വീട്ടില്, മൂത്തോന്റെ വീട്ടില്. അപ്പളാ വിഷമം ഒന്നും അറിയൂലട്ടോ, മരിച്ചു പോണം അപ്പഴാ അറിയാ. ഇപ്പൊ നിങ്ങൾക്കൊരു ധൈര്യം എന്താണെന്നറിയാവോ? ഒന്നും ഇല്ലെങ്കിൽ ഉമ്മ ഇളയോന്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളതാ. ഇളയോന്റെ വീട്ടിൽ വാപ്പ ഉണ്ടല്ലോ എന്നുള്ളതാ. മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ ആ വീട്ടിൽ വാപ്പ ഇല്ലല്ലോ ഉമ്മ ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്ന അന്ന് തറവാട് പോലും നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നതായിട്ട് തോന്നും. ജനിച്ചു വളർന്ന തറവാട് വീട് പോലും നമ്മൾക്കൊരു ഒരു ബേജാറുണ്ടാക്കുന്ന, ഉള്ളെരിയുന്ന തീ കൊണ്ട് ആളിക്കത്തുന്ന ഒരു ഇടമായി മാറും വാപ്പയിമ്മ ഇല്ലാത്ത തറവാട് വീട്. അതൊന്ന് ആലോചിച്ചു നോക്കൂ മനസ്സോടെ, ഉമ്മയിപ്പ ഇല്ലാത്ത ആ വീടിനെ പറ്റി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇതൊന്നും ആരെയും കാണിക്കാനും ബോധ്യപ്പെടുത്താനൊന്നുമല്ല. നമ്മക്ക് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട, പടച്ചോന്റെ മതി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനിയന്മാരോട്, സഹപ്രവർത്തകരോട്, രക്ഷിതാക്കളോട്, ഈ ദുനിയാവിൽ നമ്മൾ എത്ര നിസ്കരിച്ചു നിസ്കാരത്തായ്മ ഉണ്ടാക്കി എന്നുള്ളതല്ല, മരിച്ചു കഴിഞ്ഞാൽ പടച്ചോന്റെ അടുത്ത് തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ ഖുതുബക്ക് കയറുമ്പോൾ ചിലര് വന്നിട്ട് പറയും, ഉസ്താദെ നിങ്ങൾ ദുആ ഇറക്കണം. ഞാൻ ചോദിക്കും എന്തേ? ഉപ്പാനെയൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും മരിക്കുമ്പോ കണ്ടിരുന്നു? ഇല്ല, ഞാൻ ആ സമയത്ത് ആരപ്പരായിരുന്നു ഉപ്പ ഇളയോന്റെ വീട്ടിലായിരുന്നു. മരിച്ച് പിന്നെ കുറച്ച് ദിവസം ഞാൻ പോണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിരുന്നു. ഉപ്പാക്ക് സുഖമല്ല, ഉപ്പാക്കൊരു വലിവുണ്ട്, ഉപ്പാക്കൊരു ശ്വാസം മുട്ടലുണ്ട് എന്നൊക്കെ അനിയൻ വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് പോവാൻ നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കാരണവര് അനിയൻ വിളിച്ചു പറയാ, ഇപ്പൊ മരിച്ചിട്ടുണ്ട് കേട്ടോ, ഈ വേഗം വരണോന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് പിന്നെ എനിക്ക് എന്തോ ഒരു ബേജാറ് ഉസ്താദെ. ഞാൻ വെറുതെ എനിക്കൊരു അർത്ഥം കിട്ടുന്നില്ല. എനിക്ക് ഈ ഇപ്പാന്റെ ആ മയ്യത്ത് കണ്ടപ്പം മുതല് ഉള്ളിലൊരു തീ ഇങ്ങനെ ആളുന്ന മാതിരി. ഞാൻ പറയാം അത് മാറൂല കേട്ടോ, അത് മാറൂല. അത് മാറണമെങ്കിൽ ആയുസ്സുള്ളപ്പോ ഒന്ന് നോക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അത് മരിച്ചാലും മാറൂല. നമ്മൾ മണ്ണുക്ക് മടങ്ങുന്നവരെ ആ ഒരു ആളല്, ആ ഒരു തീയാളല് നമ്മളെ നെഞ്ചും കൂടിന്റെ ഉള്ളിലുണ്ടാകും. നമ്മൾ എത്ര സന്തോഷിച്ചാലും, എത്ര സന്തോഷിക്കാൻ സമ്പാദിച്ചാലും ആ ഒരു ആളല്, ആ ഒരു കത്തല്, ആ ഒരു വല്ലാത്ത നീറല് അത് ഉള്ളിൽ കിടന്നിങ്ങനെ വിങ്ങും. ഒരാളോടും പറയാൻ പറ്റൂല. പറഞ്ഞാലെന്താ? ആൾക്കാർ പറയൂ അത് ഇങ്ങി വരുത്തി വെച്ചല്ലേ. അതുകൊണ്ട് പറയാൻ പറ്റാത്തൊരു നീറ്റലായി ഉള്ളു കൊണ്ടടക്കുന്ന ആ വേദന നമുക്ക് വരാതിരിക്കാൻ നമ്മളെ രണ്ട് വാർദ്ധക്യങ്ങളെയും ഹൃദയം കൊണ്ട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാൻ പറ്റണം. എങ്കിലേ നമ്മളെ ഇബാദത്തിനൊക്കെ അള്ളാന്റെ അടുത്ത് വിലയുള്ളൂ. അത്തരത്തിലുള്ള നല്ല മുഅ്മിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ. മാതാപിതാക്കളുടെ തൃപ്തിയോടെ അവരെ സംരക്ഷിച്ച് അവർക്ക് സമാധാനം നൽകി അവരെ നന്മയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന നല്ല മക്കളാവാൻ ഈമാനിന്റെ കരുത്തും ശക്തിയും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റഹ്മാനായ റബ്ബേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.